ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു iStudio ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മീൻസ് നിങ്ങളിൽ പല ആൾക്കാർക്കും സംശയമുള്ളൊരു ടോപ്പിക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ക്യാമറ വാങ്ങാൻ വേണ്ടി ഏതെങ്കിലും ഒരു ക്യാമറ സെൻറ്ററിൽ ചെന്നെന്ന് വിചാരിക്കുക. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ഒരു ഡൗട്ട് കാരണമാണ്. ഡൗട്ട് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ടോപ്പിക്കിലുള്ള വീഡിയോ അല്ല ഇത്. എങ്കിലും അദ്ദേഹം നമ്മളോട് ചോദിച്ചത്, ഒരു കനോൺ DSLR മേടിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള സെയിൽസ്മാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കനോൺ 80D ക്യാമറയിൽ ഫുൾ ഫ്രെയിം ക്യാമറയിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ സൂം കിട്ടുമെന്ന്. അതായത് നമ്മളൊരു 70-200 ലെൻസ് 80D ക്യാമറയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറയിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ സൂം കിട്ടും. അതായത് 200 mm പകരം നമുക്ക് 300 mm സൂം 80D ക്യാമറയിൽ കിട്ടും. അപ്പോൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കറിയാം കാരണം എന്താണ്. 80D അല്ലെങ്കിൽ APS-C സെൻസർ ക്യാമറയും ഫുൾ ഫ്രെയിം ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് വേറൊരു ടോപ്പിക്കാണ്. മീൻസ് നമ്മളിപ്പോൾ ഒരു കനോൺ ക്യാമറ മേടിക്കാൻ ചെന്നു. ഉദാഹരണമായിട്ട് ഞാനിവിടെ പറയുന്ന 80D ക്യാമറ തന്നെയാണ്, കാരണം ഞാൻ ഉപയോഗിക്കുന്നത് 80D ആണ്. ഇപ്പോൾ ഒരു സെയിൽസ്മാൻ വന്നു, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം ഒരു 70% ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ധാരണ കൂടുതൽ മെഗാ പിക്സലുണ്ടെങ്കിൽ ആ ക്യാമറയാണ് നല്ലത് എന്നുള്ളതാണ്. അതിൽ ഫോണിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ കൂടുതൽ മെഗാ പിക്സൽ ഉണ്ടെങ്കിൽ ആ ഫോണാണ് നല്ലത് എന്നുള്ള ഒരു ചിന്തയാണ് മിക്ക ആൾക്കാരുടെയും മനസ്സിൽ. അപ്പോൾ ഒരു സെയിൽസ്മാൻ നമ്മുടെ അടുത്ത് വന്നിട്ട് 80D ക്യാമറ കാണിച്ചു. ഈ ക്യാമറയിൽ നിങ്ങൾക്ക് 24 മെഗാ പിക്സലുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ലക്ഷം രൂപ വിലയുള്ള 1DX Mark II ക്യാമറയുണ്ട്. ഈ ക്യാമറയിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 20 മെഗാ പിക്സലിലാണെന്ന് നിങ്ങളോട് പറയുന്നു. അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മെഗാ പിക്സൽ മാത്രം അറിയാവുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ഒരു റീസണിങ് ഇങ്ങനെ ആയിരിക്കും, ചേട്ടാ നമുക്ക് 70,000 രൂപയുടെ ക്യാമറയിൽ 4 ലക്ഷം രൂപ വിലയുള്ള ക്യാമറയെക്കാട്ടും കൂടുതൽ മെഗാ പിക്സലിൽ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു റീസണിങ് നമ്മുടെ മനസ്സിൽ വരും. ഇങ്ങനെ പല കാര്യങ്ങൾ സെയിൽസ്മാൻമാർ നമ്മളോട് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. നമുക്കപ്പം അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ഈ 4 ലക്ഷം രൂപ വരെയുള്ള ക്യാമറയ്ക്ക് ഇവർക്ക് കുറച്ചും കൂടെ മെഗാ പിക്സൽ കൊടുത്തു കൂടായിരുന്നോ, എന്തുകൊണ്ട് 20 മെഗാ പിക്സലിൽ നടത്തി എന്നൊരു ചോദ്യം വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ 70,000 രൂപയുടെ ഈ ക്യാമറയ്ക്ക്, ഞാൻ ഈ ബോഡി മാത്രം ഫ്ലിപ്കാർട്ടിൽ കണ്ട വിലയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 70,000 രൂപയുള്ള വിലയ്ക്ക് 24 മെഗാ പിക്സലിലും 4 ലക്ഷം രൂപ വിലയുള്ള ക്യാമറയ്ക്ക് 20 മെഗാ പിക്സലിലും ഈ കനോൺ കമ്പനി കൊടുത്തത്? 4 ലക്ഷം രൂപ പ്രൈസ് ഇട്ടിരിക്കുന്ന ഈ ക്യാമറയുടെ പ്രൈസ് അപ്പോഴും കൂടുതലല്ല? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മേലാത്ത ആൾക്കാരും പിന്നെ കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ വരും. അപ്പോൾ ഈ ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ട് വില കൂടിയ ക്യാമറകൾക്ക് മെഗാ പിക്സൽ കൗണ്ട് ചിലപ്പോൾ കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വില കുറഞ്ഞ ക്യാമറകൾക്ക് മെഗാ പിക്സൽ കൗണ്ട് കൂടിയിരിക്കുന്നു. ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മെഗാ പിക്സൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഇമേജ് ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി എന്നുള്ള ഒരു ധാരണ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അധികം അറിയാൻ മേലാത്ത ആൾക്കാരുടെ ഇടയിൽ കമ്പനികൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ പ്രോഡക്റ്റ് ഇവർക്ക് വിറ്റഴിക്കണം. ഇപ്പം ഇത് പരസ്യം എടുത്ത് നോക്കിയാലും മൊബൈൽ ഫോൺ ആണെങ്കിലും ഇത്ര മെഗാ പിക്സൽ ക്യാമറ എന്ന് പറഞ്ഞാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കമ്പയർ എന്ന് പറഞ്ഞാൽ ഫുൾ സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ ഒന്നുമല്ല. നമുക്കൊരു 1DX Mark II ക്യാമറയും 80D ക്യാമറയും എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന 2-3 ടേംസ് ഇതാണ്. നോർമലി നമ്മൾ ശ്രദ്ധിക്കാത്ത 2-3 ടേംസ് ആണ്. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സെൻസർ പിക്സൽ ഏരിയ 43.29, ഒരു U പോലെ സിമ്പിളും അതിൻ്റെ ഇപ്പുറത്ത് M² എന്നും കാണാം. അതുപോലെ തന്നെ 80D ക്യാമറയ്ക്കാണെങ്കിൽ 14.06 U പോലത്തെ ഒരു സിമ്പിളും M² എന്നും പറഞ്ഞ് ഇതിന് സൈഡിൽ കാണാം. UM എന്ന് പറയുന്ന ഈ സംഭവം, ഇത് ആക്ച്വലി UM അല്ല, ഇതിന് നമ്മൾ മൈക്രോമീറ്റർ എന്നാണ് പറയുന്നത്. ഇത് ഫിസിക്സ് റിലേറ്റഡ് കാര്യമാണ്. ഞാനും ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു SSLC പരീക്ഷയ്ക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് ഒക്കെ. കെമിസ്ട്രിയെക്കാട്ടും കുറച്ചും കൂടെ ഭേദമായിരുന്നു ഫിസിക്സിൽ. 1DX Mark IIൻ്റെ സെൻസർ പിക്സൽ ഏരിയ 43.29 മൈക്രോമീറ്ററും 80D ക്യാമറയുടെ സെൻസർ പിക്സൽ ഏരിയ 14.06 മൈക്രോമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ക്യാമറ സ്പെസിഫിക്കേഷൻസിൽ കമ്പനി കൊടുക്കുന്ന ഡീറ്റെയിൽസ്.
ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി ഡീറ്റെയിൽസ് ഉണ്ട്. മീൻസ് ഞാനിത് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് കണ്ടതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 ടേംസ് ഉണ്ട് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്. ഞാനപ്പോൾ ഈ ടേംസ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തത് പിക്സൽ പിച്ച് എന്ന് പറയുന്ന ഒരു ടേമാണ്. ഓക്കെ, പിക്സൽ പിച്ച് എന്ന് പറഞ്ഞാൽ 2 പിക്സലുകൾ തമ്മിലുള്ള ദൂരം, ഇതിനെയാണ് പിക്സൽ പിച്ച് എന്ന് പറയുന്നത്. പിക്സലുകൾ തമ്മിലുള്ള ദൂരമല്ല, 2 പിക്സലുകളുടെ സെൻറ്റർ തമ്മിലുള്ള ദൂരത്തെയാണ് പിക്സൽ പിച്ച് എന്ന് പറയുന്നത്. രണ്ടാമത് പിക്സൽ ഏരിയ. പിക്സൽ ഏരിയ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഒരു പിക്സലിൻ്റെ വലിപ്പത്തെയാണ് നമ്മൾ പിക്സൽ ഏരിയ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫോട്ടോ സൈറ്റ് ഏരിയ എന്നും പറയാറുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ടേമാണ് പിക്സൽ ഡെൻസിറ്റി. പിക്സൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സെൻസറിൻ്റെ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ എത്രമാത്രം പിക്സലുകൾ ഉൾക്കൊള്ളും എന്നുള്ളതിനാണ് നമ്മൾ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു ടൈം ഫോട്ടോൺ എന്നുള്ളതാണ്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയാറുണ്ട് ലൈറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് ഫോട്ടോൺ എന്ന് പറയുന്നതെന്ന്. പല ഫോട്ടോഗ്രാഫി വെബ്സൈറ്റുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് ഫോട്ടോണിനെ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോണിനെ വിസിബിൾ ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഫോട്ടോൺ. ഇനി ഞാൻ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് രണ്ടും ആക്ച്വലി 2 കാർഡ്ബോർഡ് പീസുകളാണ്. ഞാനിപ്പോൾ ഇതെടുത്തത് നമ്മുടെ സെൻസറിൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലും ഇത് യൂസ്ഫുൾ ആകും എന്നുള്ളൊരു ധാരണയ്ക്കാണ് ഞാനിങ്ങനെ വെട്ടിയെടുത്തത്. നമുക്ക് ഇത് ഫുൾ ഫ്രെയിം ക്യാമറയുടെ സെൻസർ എന്ന് പറയാം. ഫുൾ ഫ്രെയിം ക്യാമറയുടെ 40% വലിപ്പമേ നമ്മുടെ APS-C സെൻസർ ക്യാമറയ്ക്കുള്ളൂ. ഇത് ഏകദേശം ഒരു 40%, അതായത് 60% ക്രോപ്പ് കഴിഞ്ഞാൽ ഉള്ളൊരു വലിപ്പമാണിത്. അതായത് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ APS-C സെൻസർ ക്യാമറയും ഫുൾ ഫ്രെയിം ക്യാമറയും തമ്മിലുള്ള വലിപ്പത്തിലെ വ്യത്യാസം. ഞാൻ ആക്ച്വലി ഈ ഒരു വലിപ്പം ഉണ്ടെന്നല്ല നിങ്ങളോട് പറയുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയുടെ സെൻസറും ഇത് APS-C സെൻസർ ക്യാമറയുടെ സെൻസറും. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ, ഒരു ടേമും കൂടെ ഞാൻ പറയാം. അതായത് സെൻസർ സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. സെൻസർ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സെൻസറിൻ്റെ സർഫസ് ഏരിയ, മൊത്തത്തിലുള്ള സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് സെൻസർ ആണെങ്കിൽ ഇതിൻ്റെ സർഫസ് ഏരിയ, ഇതാണ് ഇതിൻ്റെ സർഫസ് ഏരിയ. 1DX Mark IIൻ്റെ സർഫസ് ഏരിയ 864 mm² ആണ്. ATDയുടേത് 337.5 mm² ആണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ടേംസിലേക്ക് കടക്കാം. പിക്സൽ ഏരിയയിലേക്ക് നമുക്ക് ആദ്യം വരാം. പിക്സൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1DX Mark IIന് 42.77 μm² ആണ്. അതുപോലെ തന്നെ 80Dക്ക് ആണെങ്കിൽ 13.91 μm² ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 1DX Mark IIൻ്റെ ഒരു പിക്സല് ഏകദേശം നമ്മുടെ 80Dയുടെ ഒരു പിക്സലിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. അതായത് 1DX Mark IIൻ്റെ ഒരു പിക്സലിന് 80Dയുടെ പിക്സലിനേക്കാളും 3 ഇരട്ടി വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരാം. ഇത് നമ്മുടെ ഫുൾ ഫ്രെയിം സെൻസർ, ഇത് APS-C സെൻസർ. അതുപോലെ തന്നെ ഒരു 2 കൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കപ്പോൾ APS-C സെൻസർ ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ചെറിയൊരു കാർഡ്ബോർഡ് സ്ക്വയർ പീസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബ്ലാക്ക് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കാർഡ്ബോർഡ് സ്ക്വയർ പീസിനെ നമുക്ക് ഒരു പിക്സൽ എന്ന് പറയാം. ഒരു പിക്സലിൻ്റെ വലിപ്പം യഥാർത്ഥത്തിൽ ഇതല്ല, ഇത് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. ഇത് യഥാർത്ഥ വലിപ്പം ഇതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുൾ ഫ്രെയിം ക്യാമറയുടെ പിക്സൽ ഈ ഒരു വലിപ്പമുണ്ട്. ഞാൻ ഈ 2 പീസസ് നിങ്ങളൊന്ന് കാണിക്കാം, ചെറിയ പീസ്. ഇത് നമ്മുടെ ഫുൾ ഫ്രെയിം ക്യാമറയുടെ പിക്സലിൻ്റെ വലിപ്പം. ഇതിന് താഴെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ APS-C സെൻസർ ക്യാമറയുടെ പിക്സലിൻ്റെ വലിപ്പമാണ്. ഓക്കെ, അപ്പോൾ പിക്സലുകൾക്ക് വലിപ്പ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫുൾ ഫ്രെയിം ക്യാമറയുടെ ഒരു പിക്സലിൻ്റെ വലിപ്പം APS-C സെൻസർ ക്യാമറയുടെ പിക്സലിൻ്റെ വലിപ്പത്തെക്കാട്ടും 3 ഇരട്ടി, ഏകദേശം 3 ഇരട്ടി വലിപ്പമുണ്ട്. നമ്മുടെ ഈ കണക്ക് വെച്ച് നോക്കിയാൽ, ഇതൊരു ഫിസിക്സ് ഒക്കെ അറിയാവുന്ന ആൾക്കാണെങ്കിൽ ഇതിൻ്റെ കണക്കിങ്ങനെയല്ല വരുന്നത്. μm² ഒക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ വേറൊരു രീതിയിലായിരിക്കും കണക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 1DX Mark IIൻ്റെ പിക്സലിന് 80D ക്യാമറയുടെ പിക്സലിനെക്കാട്ടും 3 ഇരട്ടി വലിപ്പമുണ്ട്. ഇതുമൂലം നമ്മുടെ സെൻസറിൽ പതിക്കുന്ന ലൈറ്റിൻ്റെ പാർട്ടിക്കിൾസ്, ഈ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫോട്ടോൺ എന്നാണ് നമ്മൾ ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിളിനെ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫുൾ ഫ്രെയിം ക്യാമറയുടെ ഒരു പിക്സലിൽ പതിക്കുന്ന ഫോട്ടോണിൻ്റെ എണ്ണം ക്രോപ്പ് ക്യാമറയിൽ പതിക്കുന്ന പിക്സലിൻ്റെ
ഫോട്ടോണിൻ്റെ എണ്ണത്തെക്കാട്ടും കൂടുതലാണ്. അതാണ് ഞാൻ ആ ഡോട്ട്സ് ഇട്ടിരുന്നത്. നമുക്ക് ആ ഒരു ഡോട്ടിനെ ഒരു ഫോട്ടോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വലിയ പിക്സലിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ എണ്ണം കൂടുതലാണ്. നമുക്കപ്പം വേറൊരു ഉദാഹരണം പറയാം. അതായത് നമ്മൾ ഒരു വലിയ ബക്കറ്റും ഒരു ചെറിയ ബക്കറ്റും വെച്ചു. ഈ ചെറിയ ബക്കറ്റിനെ നമുക്ക് APS-C സെൻസർ ക്യാമറയുടെ പിക്സലായിട്ടും വലിയ ബക്കറ്റിനെ നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറയുടെ പിക്സലായിട്ടും നോക്കാം. 1 മിനിറ്റ് 2 ബക്കറ്റുകൾ നമ്മൾ നല്ല മഴയത്ത് കൊണ്ട് വെച്ചാൽ ഈ 1 മിനിറ്റ് കൊണ്ട് 2 പാത്രത്തിലും വീഴുന്ന വെള്ളം, അതായത് വലിയ ബക്കറ്റിൽ നമുക്ക് കൂടുതൽ വെള്ളം കിട്ടും, ചെറിയ ബക്കറ്റിൽ നമുക്ക് കുറച്ച് വെള്ളമേ കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പാർട്ടിക്കിളായ ഫോട്ടോൺ വലിയ പിക്സലിൽ കൂടുതൽ എണ്ണം കയറുന്നു, ചെറിയ പിക്സലിൽ കുറച്ചെണ്ണം കയറുന്നു. ഫോട്ടോൺ എന്ന് പറയുമ്പോൾ പ്രകാശ കണികകളാണ്. അപ്പോൾ അവയുടെ എണ്ണം വലിയ പിക്സലിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹയർ ISOകളിലൊക്കെ പോകുമ്പോൾ ഫുൾ ഫ്രെയിം ക്യാമറയിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് അല്ലെങ്കിൽ നോയ്സ് ഇല്ലാതെ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പിക്സലിൻ്റെ വലിപ്പത്തിനുള്ള വ്യത്യാസമാണ്. ഫുൾ ഫ്രെയിം ക്യാമറയുടെ പിക്സലിന് APS-C സെൻസർ ക്യാമറയുടെ പിക്സലിനെക്കാട്ടും 3 ഇരട്ടി ഏകദേശമാണ്, അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്. കറക്റ്റ് 3 ഇരട്ടി വലിപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ളത് ഒരു വലിയ സെൻസറും നമ്മുടെ വലിയ കാർഡ്ബോർഡ് ഒരു ചെറിയ സെൻസറുമാണ്. അപ്പോൾ വലിയ സെൻസറിൽ വലിയ പിക്സലുകളാണ് നമ്മൾ വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ സെൻസറിൽ നമ്മൾ ചെറിയ പിക്സലുകളാണ് വെക്കുന്നത്. നമുക്കിനി APS-C സെൻസർ ക്യാമറയുടെ സെൻസർ കളഞ്ഞിട്ട് മൊബൈൽ ഫോണിൻ്റെ സെൻസർ എടുക്കാം. മൊബൈൽ ഫോണിൻ്റെ സെൻസറിൽ ഉള്ള ഒരു പിക്സലിൻ്റെ വലിപ്പം ഈ APS-C സെൻസർ ക്യാമറയുടെ പിക്സലിൻ്റെ വലിപ്പം പോലും കാണത്തില്ല. ഒരു കടുകുമണിയുടെ വലിപ്പം മാത്രമേ ഈ സാധനത്തിന് ഒരു പിക്സലിന് കാണത്തുള്ളൂ. ഓക്കെ, ഫോട്ടോണിൻ്റെ വലിപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. ഇതൊരു ഫിസിക്കൽ യൂണിറ്റ് അല്ല ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇതിൽ പ്രകാശത്തിൻ്റെ ഒരു പാർട്ടിക്കിളാണ്. അതിൻ്റെ വലിപ്പം എപ്പോഴും ഫിക്സഡാണ്. അപ്പോൾ നമ്മൾ പിക്സലിൻ്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അതിൽ വരുന്ന ഫോട്ടോണിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 1DX Mark II ക്യാമറയുടെ ഫുൾ ഫ്രെയിം സെൻസറിൽ ATD ക്യാമറയിൽ കാണുന്ന പിക്സലുകൾ, അതായത് ചെറിയ പിക്സലുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ 1DX Mark IIൻ്റെ ഒരു പിക്സൽ ഇരിക്കുന്ന സ്ഥലത്ത് ഏകദേശം 3 ATD ക്യാമറയുടെ പിക്സലുകൾ നമുക്ക് വെക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 3 ഇരട്ടി പിക്സലുകൾ നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 1DX Mark II ക്യാമറയിലെയും ATD ക്യാമറയിലെയും പിക്സലുകളുടെ വലിപ്പം ഒരേ വലിപ്പമായിരുന്നെങ്കിൽ 1DX Mark II ക്യാമറയെ നമുക്ക് ഏകദേശം ഒരു 60 മെഗാ പിക്സൽ ക്യാമറ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇതാണ് ഈ ക്യാമറകൾ തമ്മിലുള്ള വ്യത്യാസം. സെയിം തന്നെ നമ്മളൊരു മൊബൈൽ ഫോൺ ക്യാമറ എടുത്താലും നമുക്ക് 20 മെഗാ പിക്സൽ, 25 മെഗാ പിക്സൽ, 30 മെഗാ പിക്സൽ. ഈ ഫോൺ ക്യാമറകളിലൊക്കെ കാണുന്ന ഇവർ പറയുന്ന 35 മെഗാ പിക്സൽ അല്ലെങ്കിൽ 40 മെഗാ പിക്സൽ എന്നൊക്കെ പറയുന്നത് ഒരു കടുകുമണിയുടെ വലിപ്പമുള്ള ഒരു പിക്സലാണ്. ഈ സെയിം ഫോണിൽ കാണുന്ന ചെറിയ ചെറിയ പിക്സലുകൾ നമ്മളൊരു ATD ക്യാമറയുടെ സെൻസറിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു 100 മെഗാ പിക്സൽ ക്യാമറ എന്നൊക്കെ നമുക്ക് ATD ക്യാമറയെ വിളിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മെഗാ പിക്സലിൽ നോക്കി ഒരിക്കലും ഒരു ക്യാമറ വാങ്ങരുതെന്ന് പറഞ്ഞാൽ ഒരു APS-C സെൻസറിലാണെങ്കിൽ നിങ്ങൾക്ക് മെഗാ പിക്സലിൽ നോക്കാം. ATD ക്യാമറയ്ക്ക് 24 മെഗാ പിക്സൽ ആണെങ്കിൽ ഇപ്പോൾ പുതിയൊരു 90D ക്യാമറ വന്നു 30 മെഗാ പിക്സൽ എന്ന് പറയുമ്പം ATDയെക്കാട്ടും കുറച്ചും കൂടെ മെഗാ പിക്സൽ കൗണ്ട് കൂടുതലുള്ളൊരു ക്യാമറ, സെയിം സൈസിലുള്ള പിക്സലുകളായിരിക്കും 2 ക്യാമറയിലും. അപ്പോൾ ഈ വർധനവ് നമുക്ക് പ്രയോജനമുള്ളതാണ്. പക്ഷേ ഒരു 1DX Mark IIലെ 20 മെഗാ പിക്സലിലും ATD ക്യാമറയിൽ 24 മെഗാ പിക്സലിലും നമ്മൾ കമ്പയർ ചെയ്യാൻ പോയാൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കമ്പാരിസനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ നിങ്ങളോട് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഈ സെയിൽസ്മാനോട് നമുക്ക് തിരിച്ച് ചോദിക്കാം, ഈ 2 ക്യാമറകളുടെ പിക്സൽ ഏരിയ എന്തുമാത്രമാണ്, അല്ലെങ്കിൽ എന്താണ് പിക്സൽ ഡെൻസിറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസ്മാൻ ആക്ച്വലി ഉത്തരം കാണത്തില്ല. മീൻസ് ഇവർക്ക് ക്യാമറയുടെ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലായിരിക്കും. അവരെ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ അവർ നമ്മളോട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടാതെ തന്നെ മറ്റ് പല കാര്യങ്ങളും സെയിൽസ്മാൻമാർ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നതനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കും ഒരു 1-2 മണിക്കൂർ എടുത്തു ഈ കാര്യം ഒരു സിമ്പിളസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നല്ല മഴ വരുന്നുണ്ട്, നല്ലൊരു ഇടിവെട്ട് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ
ബൈ.